സത്യത്തിൽ സമാധി എന്ന വാക്കിനെ ഒരിക്കലും തെറ്റായി പറയുന്നില്ല. അതിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയുന്നു. ഇവൻ്റെയൊക്കെ സൂക്കേട് പോലീസ് തീർക്കണം. ഗോപൻ സ്വാമിയുടെ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ ഈ നരഭോജികളെ വെറുതെ വിടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. ദുരൂഹതയുണ്ട് എങ്കിൽ, ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ സംവിധാനം അല്ലെങ്കിൽ ഈ പൊളിക്കുക എന്ന് പറയുന്നത് സർക്കാർ പൊളിച്ചതിന് ശേഷം സർക്കാർ അതിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കണം. പക്ഷെ എന്ത് തന്നെ ആയാലും ഇത് പൊളിച്ച് അതിൻ്റെ അകത്ത് ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആളുണ്ടോ എന്നറിയണം. അദ്ദേഹത്തിൻ്റെ മരണം സ്വാഭാവികമാണോ എന്നറിയണം. പല ഉന്നതരായിട്ടുള്ള അഭിഭാഷകരും ജസ്റ്റിസുമാരും ഇതിലുള്ള വിദഗ്ധരും ഒക്കെ പറയുന്നത് ഇത് കൊലപാതകമാണ്, ഇതിന് കൊലക്കേസ് അല്ലെങ്കിൽ കൊലക്കുറ്റം ചുമത്തണം എന്നുള്ളതാണ്. സത്യത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ പറയുന്ന ഡോക്ടർ ഇത് തൊട്ടാൽ ഈ സമാധി കളങ്കപ്പെടും. എനിക്ക് മനസ്സിലാവുന്നില്ല, നമ്മൾ ജീവിക്കുന്ന കേരളത്തിൽ തന്നെയാണോ, 21-ാം നൂറ്റാണ്ട് തന്നെയാണോ ഇതെന്നൊക്കെ. ഏതോ പ്രാചീന കാലത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് പോലെയൊക്കെ തോന്നുന്നു. അത് സ്വാഭാവികമായി സമാധി ഇരുത്തിയ ഒരാളെ സമാധി മണ്ഡപം പൊളിച്ച് അദ്ദേഹത്തിന് അതിൽ നിന്ന് പുറത്തെടുക്കുക എന്നത് എന്താണ് ആചാരപ്രകാരം, അതായത് ഹിന്ദു വിശ്വാസപ്രകാരം ഒരിക്കലും അനുവദിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഞാൻ പറയുന്ന വേർഷൻ തെറ്റിദ്ധരിക്കണ്ട, ഒരിക്കലും അനുവദിക്കാൻ പറ്റാത്ത കാര്യമാണ്. ആ ഒരു സംഭവത്തെ പിടിച്ചുകൊണ്ടാണ് ഇവരിവിടെ നിൽക്കുന്നത്. ഒന്ന്. രണ്ടാമത്തത്, അത്തരമൊരു സമാധി തന്നെ ഒരുപക്ഷെ ഇദ്ദേഹത്തെ തല്ലിക്കൊന്ന് ഈ പറയുന്ന പോലെ സിമൻറ്റ് സ്ലാബിൻ്റെ ഉള്ളിൽ അടച്ച് സമാധിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറയുന്നത് സമാധിയാണ്. ഇതിൻ്റെ പറ്റി ഒരുപാട് ന്യായീകരണങ്ങൾ പറയാൻ കഴിയും. ഇന്നലെ തന്നെ സബ് കളക്ടറും പോലീസും ഒക്കെ സ്ഥലത്തെത്തിയിട്ട് അവർക്ക് പിന്തിരിഞ്ഞ് പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? സമാധി എന്നൊരു വാക്ക് അവിടെ പറഞ്ഞതുകൊണ്ടാണ്. സമാധി എന്ന് വാക്ക് പറയുന്നു. അവിടെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, VSDP അടക്കമുള്ള ആളുകൾ വരുന്നു, ഈ ഹിന്ദു ഐക്യവേദി, RV ബാബു ഉൾപ്പെടെയുള്ള ആളുകൾ വരുന്നു. പക്ഷെ അവർ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അവർ പറഞ്ഞത് നോട്ടീസ് കൊടുക്കുക, മുൻകൂറായിട്ട് അറിയിക്കുക, എന്നിട്ട് നിങ്ങൾ അത് പൊളിക്കുക, എന്നിട്ട് അതിൽ പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് തെളിയിക്കട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞത്. അല്ലാതെ അത് പൊളിക്കാൻ അനുവദിക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ നിർബന്ധമായിട്ടും എന്താണ് ഈ പറയുന്നത് പോലെ ഈ സമാധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു കൃത്യത വരേണ്ടതുണ്ട്. ഇദ്ദേഹത്തിന് അത് ഇതിലുള്ള ദുരൂഹതകൾ എന്താണ്? നമുക്ക് സമാധി അവിടെ മാറ്റിവെക്കാം. അതായത് ഈ പറയുന്ന പോലെ ഒരു സന്യാസി എന്നുള്ള രീതിയിൽ അദ്ദേഹം സമാധി ആയോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ അങ്ങോട്ട് മാറ്റിവെക്കാം. ഇതിലെ ദുരൂഹത എന്താണ്? ദുരൂഹത എന്ന് പറയുന്നത്, ഇദ്ദേഹം കഴിഞ്ഞ 2-3 വർഷമായിട്ട് കിടപ്പിലായ ഒരു രോഗിയാണ് എന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹം ബെഡിൽ മൂത്രമൊഴിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരു ബെഡിലായ ഒരു മനുഷ്യനാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബെഡിൽ മൂത്രമൊഴിച്ചതിന് അദ്ദേഹത്തെ നിരന്തരമായി ആ വീട്ടിൽ നിന്ന് ചീത്ത പറഞ്ഞിരുന്നു, അങ്ങനെ അദ്ദേഹത്തോട് അപമര്യാദയായി പെരുമാറിയിരുന്നു. ഇത് തങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് അവിടുത്തെ അയൽവാസികളായിട്ടുള്ള ആളുകൾ പറയുന്നുണ്ട്. അയൽവാസികൾ അങ്ങനെ ആ വീടിൻ്റെ അടുത്തൊന്നും അയൽവാസികളില്ല എന്ന് പറയുമ്പോഴും ആരെങ്കിലുമൊക്കെ അത് പോകുമ്പോൾ ഇത് കേട്ടുകൂടാന്നില്ലല്ലോ. സ്വാഭാവികമായി കേൾക്കാം. ഒരു വീട്ടിൻ്റെ അടുത്തുകൂടി ആർക്കൊക്കെ പോകാം, അങ്ങനെ പോകുന്ന സമയത്ത് അവർക്ക് കേൾക്കാം. രണ്ടാമത്തത്, സ്വാഭാവികമായി ഉണ്ടായിരുന്ന ഒരു അമ്പലത്തെ, ഒരു ക്ഷേത്രത്തെ പൂജാ കർമ്മങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് രാത്രിയിൽ പൂജ നടത്തുന്ന ഒരു സ്ഥിതി അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, എവിടെപ്പം പൂജ കഴിക്കണം എന്നൊക്കെ ഉള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ആ പൂജയ്ക്ക്, അതെ, ആ പൂജയുടെ മറവിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളതും നമ്മൾ പരിശോധിക്കണം. കാലിന് ശേഷിയില്ലാത്ത അല്ലെങ്കിൽ ബെഡിലായിപ്പോയ ഒരു മനുഷ്യൻ എണീറ്റ് നടന്നു പോയി പിന്നെ ഈ പറയുന്ന പോലെ സമാധി സ്ഥലത്തിരുന്നു എന്ന് പറയുന്ന കാര്യത്തോട് നമുക്കങ്ങനെ യോജിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഇതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് കൈലാസത്തിലോട്ട് പോയി ശിവന്റെ അടുത്തോട്ട് പോകുന്നത് ഞാൻ കണ്ടു എന്നാണ് ഇവർ പറയുന്നത്. ആര് കണ്ടു? പോകുമ്പോൾ ശിവന്റെ അടുത്തേക്കാണെന്ന് പറഞ്ഞിട്ടാണോ പോണേ? സ്വാഭാവികമായും പല ആളുകളുടെ വിശ്വാസപ്രകാരം വിഷ്ണുപാദം പൂകി, ശിവപാദം പൂകി എന്നൊക്കെയാണ് പറയുക. അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മാവ്, അദ്ദേഹം ശിവഭക്തനാണെങ്കിൽ അങ്ങോട്ട് പോകുമെന്നാണല്ലോ വിശ്വസിക്കുന്നത്. ആത്മാവ് പോകുമ്പോ പറഞ്ഞിട്ട് ശിവന്റെ അടുത്തേക്ക് അല്ല, ഇവര് കണ്ടു എന്നാണ് പറയുന്നത്. ആര്? ഇവര് ആത്മാവ് പോകുന്നത് കണ്ടു എന്നാണ് പറയുന്നത്. ഇത് കാണാൻ പറ്റുമോ? അല്ല, ഒന്നാമത്തത്, ഈ ആത്മാവ് പോകുന്നത് കണ്ട ഒരാളാണെങ്കിൽ, അങ്ങനെ അറിയാൻ അത്രയ്ക്ക് കഴിവുള്ള ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ്, ഈ ആത്മാവിനോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്ത്, ഇങ്ങനെ ഞങ്ങളെല്ലാം കുടുങ്ങാൻ വേണ്ടി പോവുകയാണ്, അപ്പോൾ ഇതുകൊണ്ട് ഇത് പൊളിക്കുന്നതിലൊന്നും വിചാരിക്കരുത്, ഒന്ന് പൊളിച്ച് നിങ്ങളുടെ ആ സത്യസന്ധമായ കാര്യങ്ങളൊന്ന് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഇവിടെയുള്ളൂ. അത് അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തത്, ഇനി ആത്മാവിനെ വിളിച്ചു വരുത്താൻ പറ്റുമോ? അല്ല, ഇവർക്കുള്ള പവറൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് അത്രയും വലിയ പിന്നെ ഒരു പവറുള്ള ആളാണ് ഈ മകനെങ്കിൽ, സന്യാസി വര്യനൊക്കെയാണ് ഈ മകനെങ്കിൽ, ഈ മകന് സിമ്പിളായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാമല്ലോ.
ഈ ഇവിടെ ഇദ്ദേഹം സമാധിയായതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹത്തിന് പ്രകൃതിയിൽ നിന്ന് വരുത്തി കാണിച്ചു കൊടുക്കാൻ പറ്റും? അദ്ദേഹം അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സമാധിയായ മനുഷ്യനെ ഇത്രയും കഴിവുണ്ടെങ്കിൽ അങ്ങേരൊക്കെ സമാധിന്ന് ഇങ്ങനെ പുറത്തു വന്നിട്ട് പറഞ്ഞൂടെ ഞാൻ സമാധിയായതാണെന്ന്? ഈ യേശുവിനെ കൊലപ്പെടുത്തിയ ശേഷം, അതായത് അദ്ദേഹത്തെ ക്രൂരമായി കൊന്നു, അദ്ദേഹം മരണപ്പെട്ടു, അതിനുശേഷം 3-ാം ദിവസം അദ്ദേഹം കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ വിശ്വാസങ്ങളാണ് ഇതിൻ്റെയൊക്കെ പുറകിലുള്ളത്. പക്ഷേ ഞാനിവിടെ കൃത്യമായി സംശയിക്കുന്നത് ഈ വിശ്വാസങ്ങളെയൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ഒന്നുകിൽ ചൂഷണം ചെയ്യും, ഒന്നുകിൽ ഇവർ ഇദ്ദേഹം മരണപ്പെട്ട ശേഷം കൊണ്ടുപോയി സമാധിയാക്കി, എന്നിട്ട് അതിൻ്റെ പുറത്ത് ഇത് തുറന്നാൽ വലിയ പ്രശ്നം വരുമെന്നുള്ള ധാരണയുടെ പുറത്ത് ഇവർ കാണിക്കുന്ന കോപ്രായങ്ങൾ. 2, വളരെ ഫലപ്രദമായി ഒരാളെ തല്ലിക്കൊല്ലുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കൊല്ലുകയോ ചെയ്തതിന് ശേഷം കൊണ്ടുപോയി സ്ലാബ് ഇട്ടടച്ച് ഇത് സമാധിയാണ് എന്ന് പറഞ്ഞ് ഇത് പോലീസ് പിടിക്കുമെന്നായപ്പോൾ 2 തുള്ളലും തുള്ളി ഓം നമശിവായൊക്കെ ജപിച്ച് പിന്നെ ഡോക്ടർ തൊട്ടാൽ സമാധി കളങ്കപ്പെടുമെന്ന് പറയുന്നു. ഞാൻ പറയട്ടെ, സമാധിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്നല്ല, ഏത് മനുഷ്യൻ അവിടെ തൊട്ട് കഴിഞ്ഞാലും അത് സമാധി കളങ്കമാണ്. പിന്നെ എന്ത് ഡോക്ടർ കൊടുക്കുന്ന എന്താ പ്രശ്നം? ഓൾറെഡി സമാധി കളങ്കാവും എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ഈ ധന്യ പറഞ്ഞൊരു വാക്കുണ്ട്, സമാധി ഇവർ പറയുന്ന പോലെ പോസ്റ്റ്മോർട്ടത്തിൽ ഇത് സ്വാഭാവിക മരണമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെതിരെ, ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെയൊക്കെ ഇവർക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാമല്ലോ. കൊടുക്കാം. ഈ ആരോപണം ഉന്നയിച്ച ആൾക്കാർക്കെതിരെ കൊടുക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സർക്കാർ സംവിധാനങ്ങളിൽ പോലും ഇതിൽ എനിക്ക് തോന്നുന്നത് വാർത്ത എൻ്റെ ഒരു സംശയം പറയണേ, ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞു എനിക്ക് ഈ സമാധിയെക്കുറിച്ച് ഇന്നലെ പാർത്തൻ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തത്. അപ്പോൾ എനിക്കതിൽ നിന്ന് കുറേ നല്ല കാര്യങ്ങൾ സമാധിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ട്, അതൊക്കെ മനസ്സിലാക്കി. പക്ഷേ ഇതെനിക്ക് തുടക്കത്തിൽ തന്നെ എന്തൊക്കെയോ ദുരൂഹതകൾ, നമ്മൾ മാധ്യമപ്രവർത്തകർക്ക് അപ്പുറം സാമാന്യ ബോധമുള്ള നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ആത്മാവ് പോകുന്നതൊക്കെ കണ്ടുവന്ന്. ഇതിൻ്റെ ഒരു പ്രശ്നം, ഇയാളുടെ മരണം ചിലപ്പോൾ സ്വാഭാവിക മരണമായിരിക്കും. ഇത് വച്ച് ഈ ഒരു അമ്പലമുണ്ട്, അതിൻ്റെ ഉയർച്ച അല്ലെങ്കിൽ അത് വാണിജ്യപരമായി അതിനെ ഉയർത്താനുള്ള ഇവരുടെ ഒരു നാടകമായിരിക്കാം ഇതിൻ്റെ പിന്നിൽ ചിലപ്പോൾ ദുരൂഹതയൊന്നും ഉണ്ടാകില്ല. സ്വാഭാവികമായ ഒരു മരണമായിരിക്കും. 78 വയസ്സായ മനുഷ്യൻ, അസുഖബാധിതനായ ഒരു മനുഷ്യൻ, പ്രഷറും BP ഒക്കെ ഉണ്ടാകുന്ന ഒരു മനുഷ്യൻ അതിൽ സ്വാഭാവികമായി മരണപ്പെട്ട് കാണും. ഇത് നാട്ടുകാരെ ഒന്നും അറിയിക്കാതെ രാവിലെ 11 മണി മുതൽ തുടങ്ങിയ ചടങ്ങ് വെളുപ്പിന് പുലർച്ചെ 3 മണി വരെയൊക്കെ ചടങ്ങ് നടത്തി എന്നൊക്കെ പറഞ്ഞ് ഒരു പോസ്റ്റർ ഒട്ടിച്ച്, അപ്പോൾ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഭയങ്കരമായിട്ടുണ്ട്, ആത്മാവ് പോകുന്നതൊക്കെ കണ്ടു എന്ന് പറയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഭയങ്കരമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ അമ്പലം വലിയ രീതിയിൽ വളരാനും സാമ്പത്തികമായി ഇവർക്ക് ഉയർച്ച ഉണ്ടാകാനും കാണിക്കുന്ന ഒരു നാടകങ്ങളിൽ ഒന്ന് മാത്രമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഈ ഹിന്ദു ആചാരത്തെയൊക്കെ ഇത്ര എന്താ പറയുക, അവരെയൊക്കെ മോശപ്പെടുത്തുന്ന കാര്യങ്ങളാണ്, അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ അവരെ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ചെയ്യുന്നത് എന്നുള്ളത് ഇവരൊന്നും മറക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒന്നും ഈ ഹിന്ദു സംഘടനകളൊന്നും ഇതിന് കൂട്ടുപിടിച്ചുകൊണ്ട് ഇവർക്കൊപ്പം നിൽക്കരുത്, നിയമത്തിൻ്റെ വഴിക്ക് പോകാനും നിങ്ങൾ കൂടി അനുവദിക്കുക എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇതിൽ അദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ അസ്വാഭാവികമായ മരണമാണ് നടന്നതെങ്കിൽ ഈ അഭിനയം കാഴ്ചവെച്ച ഇവന്മാരുടെയൊക്കെ ധന്യ പറഞ്ഞതുപോലെ നാട്ടുകാരുടെ മുമ്പിലിട്ട് കൂമ്പിനിട്ടിടിച്ചിട്ട് എന്ത് ചെയ്യണം? അകത്താക്കണം. അല്ലാതെ വേറൊരു കാര്യവും ഇതിലില്ല. ഗ്രീഷ്മയേക്കാൾ അപകടകരമാണ് തീർച്ചയായിട്ടും. അതിനപ്പുറം ഈ പിന്നെ അമ്മുമ്മയ്ക്കുണ്ടല്ലോ, ഈ അമ്മുമ്മയെ ഇതായിട്ട് പറയുന്നല്ലോ, ഈ അമ്മുമ്മയ്ക്ക് ഇതിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ട് എങ്കിൽ ഈ അമ്മുമ്മയ്ക്ക് ഓസ്കാർ അവാർഡ് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ പ്രായത്തിൽ അവരുടെ അഭിനയം അത് പല സംവിധായകരും കാണാതെ പോകരുത് എന്ന് ഞാൻ പറയുന്നുണ്ട്.